എറണാകുളം ജില്ലാ ക്ഷീരവികസന സംഗമത്തിന് ഹലാൽ ചിക്കൻ ബിരിയാണി വേണമെന്ന് ടെൻഡർ നോട്ടീസ്. ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സഫീനയുടേതാണ് ഉത്തരവ്. സർക്കാർ ഉത്തരവുകളിലോ ടെൻഡറുകളിലോ മതപരമായ വാക്കുകൾ പാടില്ല എന്ന ചട്ടം നിലനിൽക്കെയാണ് വിവാദ ഉത്തരവ്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ആവശ്യം ഉയർന്നത്. കഴിഞ്ഞ ദിവസമാണ് ജനം TV ഈ വാർത്ത ബിഗ് ബ്രേക്കായി പുറത്ത് വിട്ടത്. വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. വിനീഷ്, ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഹലാൽ ചിക്കൻ ബിരിയാണി വേണമെന്ന വാശി പിടിക്കുന്നത്? വിനീഷ്, രാഹി, ഹലാൽ ചിക്കൻ ബിരിയാണി മാത്രമല്ല, ഹലാൽ ചിക്കൻ 65 വേണമെന്നാണ് ആ ടെൻഡർ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒക്ടോബർ 3, 4 തീയതികളിൽ നടക്കാൻ പോകുന്ന എറണാകുളം ജില്ലാ ക്ഷീരവികസന സംഗമത്തിലാണ് ഈ ഹലാൽ ചിക്കൻ ബിരിയാണിയും ഹലാൽ 65 വേണമെന്ന ഒരു ഉത്തരവ് ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടറായിരിക്കുന്ന സഫീന പുറത്തിറക്കിയിരിക്കുന്നത്. ഈ കൊട്ടേഷൻ വിളിക്കുന്നതിൻ്റെ ഭാഗമായാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. ഏകദേശം 1000-ലധികം പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉച്ചഭക്ഷണത്തിനും ഒപ്പം തന്നെ വൈകുന്നേരത്തുമുള്ള ഭക്ഷണങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. ഈ ടെൻഡറിലാണ് പറയുന്നത് ഹലാൽ ചിക്കൻ തന്നെ വേണം, ഹലാൽ ചിക്കൻ 65 ഹലാൽ ചിക്കൻ ബിരിയാണിയും വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായിരുന്നാലും ജില്ലയിൽ നടക്കുന്ന ക്ഷീരവികസന സംഗമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ടെൻഡർ വിളിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയത്. പക്ഷേ ചട്ടവിരുദ്ധമായ ഒരു ടെൻഡർ വിളിയാണ് ഇപ്പോൾ സഫീനയുടെ ജില്ലാ ഡെപ്യൂട്ടി ക്ഷീരവികസന ഡയറക്ടർ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു കാര്യം തീർച്ചയാണ്, മതപരമായ കാര്യങ്ങളിലോ ഒപ്പം തന്നെ മതപരമായ ചിഹ്നങ്ങളോ മതപരമായ അടയാളങ്ങളോ അത്തരത്തിലുള്ള വാക്കുകളോ സർക്കാർ രേഖകളിൽ വരാൻ പാടില്ല. പ്രത്യേകിച്ച് സർക്കാരുകൾ ഇളക്കുന്ന നോട്ടീസുകൾ, ഉത്തരവുകൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ മതപരമായ കാരണങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല. പക്ഷേ ആ ചട്ടങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ സഫീനയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ ഹലാൽ ചിക്കൻ വിവാദം ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ സംസ്ഥാനത്ത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലൊക്കെ പോയിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ നമുക്ക് വ്യക്തമായി അറിയാം, നിലവിൽ സർക്കാർ ഏത് തരത്തിലുള്ള ഒരു നിലപാടാണോ സ്വീകരിച്ചിരുന്നത് ആ സ്വീകരിച്ച നിലപാടിന് അനുകൂലമായ ഒരു മതപ്രീണന നിലപാടിലേക്ക് തന്നെയാണ് സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും കടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ ഒരു മതവിഭാഗത്തിനെ പ്രീണപ്പെടുത്തുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ടെൻഡർ നടപടികൾ നടക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, സമൂഹ മാധ്യമങ്ങളിലടക്കം ഇക്കാര്യങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുണ്ടാകുന്ന ഘട്ടത്തിലേക്ക് നീങ്ങി. സമൂഹ മാധ്യമങ്ങളിൽ ഈ ടെൻഡർ നടപടിക്കായി നോട്ടീസ് ഇറക്കിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന ഒരു ആവശ്യം. പ്രത്യേകിച്ച് ഇവർ ചട്ടവിരുദ്ധമായി, പ്രത്യേകിച്ച് ഭരണഘടനാ വിരുദ്ധമായും ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് സർക്കാർ സർവീസിലെ ചട്ട വിരുദ്ധതയും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. മറ്റൊന്നും കൊണ്ടല്ല, കാരണം നിലവിലെ സാഹചര്യത്തിൽ ഒരു ജനാധിപത്യപരമായും മതേതരപരമായും സംസ്ഥാനത്ത് ഐക്യം സൃഷ്ടിപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള നിലപാടുകളുമായി മതപ്രീണനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടെൻഡറുകൾ ഇറക്കുമ്പോഴും ഉത്തരവുകൾ ഇറക്കുമ്പോഴും ഇത്തരത്തിലുള്ള മതപ്രീണന നടപടികൾ നടത്തുന്നത്. ആ പ്രീണനത്തിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, പ്രതിഷേധം ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെ ശക്തമാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഖി, വിനീഷ്, എന്തായാലും നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. എല്ലാവിധ ചട്ടങ്ങളും അട്ടിമറിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് സഫീന പുറത്തിറക്കിയത്. ഈ ഘട്ടത്തിൽ ഈ സംഭവം ചർച്ചയാകുമ്പോൾ, പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ഈ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്ത് വരുന്നുണ്ടോ വിനീഷ്?
നിലവിൽ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നിലപാട് വകുപ്പ് തലത്തിൽ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയോ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം പ്രതിഷേധം ശക്തമാകുന്ന തരത്തിലേക്ക് ഒരു പ്രീണനം ഈ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് സംബന്ധിച്ച് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സർവീസ് ചട്ടലംഘനം ഉണ്ടായി എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തൽ വകുപ്പ് തലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ നടപടിയിലേക്ക് ഒരുപക്ഷെ കടന്നേക്കാമെന്ന സൂചനകളുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു, മന്ത്രി മൗനം പാലിക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ശരി വിനീഷ്, എറണാകുളം ജില്ലാ ക്ഷീരവികസന സംഗമത്തിന് ഹലാൽ ചിക്കൻ ബിരിയാണി, ഹലാൽ ചിക്കൻ 65 എന്നിവ വേണമെന്നാണ് ടെൻഡർ നോട്ടീസ്. ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സഫീനയുടേതാണ് വിവാദ ഉത്തരവ്. സർക്കാർ ഉത്തരവുകളിലോ ടെൻഡറുകളിലോ മതപരമായ വാക്കുകൾ പാടില്ല എന്ന ചട്ടമുണ്ട്. ആ ചട്ടം നിലനിൽക്കുകയാണ് വിവാദ ഉത്തരവുമായി സഫീന എത്തിയത്. എന്തായാലും വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഈ സഫീനയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. വി വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.